എവ്രിവൺ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളച്ചാട്ടം, അതിൻ്റെ രണ്ട് സൈഡിലും വെള്ളച്ചാട്ടം ഉണ്ട്. ഒരു സൈഡിൽ മുകളിൽ നിന്നാണെങ്കിൽ മറ്റേ സൈഡിൽ നമുക്ക് താഴത്തേക്ക് പോകണമെന്ന് കാണാം. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് മൂന്നാറിനെ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് മഴക്കാലത്താണെന്ന്. ചിലവർക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നും, ചിലവർക്കത് ഭയങ്കര ഭീകരതയായിട്ട് തോന്നും. നമ്മൾ ഇന്ന് കുറച്ച് ഭീകരതകളൊക്കെ കണ്ടു, അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇത് നമ്മളുടെ ഒരു കുഞ്ഞ് ഫാമിലി ട്രിപ്പാണ്. നമ്മളിങ്ങനെ വെക്കേഷന് വരുമ്പം ചെറിയ അടുത്തടുത്തുള്ള സ്ഥലത്തൊക്കെ പോകാറുണ്ട്. പ്രത്യേകിച്ച് ചേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ യാത്രകളൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ആയിട്ട്, എൻ്റെ അമ്മയും അനിയത്തിയും ചേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെ ആയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചില ട്രിപ്പുകളൊക്കെ നടത്താറുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ളതാണ്, അതായത് എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഉള്ളതാണ്. അപ്പോൾ വെൽക്കം ടു അവർ മൂന്നാർ ട്രിപ്പ്. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറിലെ ഒരു റിസോർട്ടാണ്. അപ്പോൾ അതിന് മുന്നേ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പം എന്താണെന്നറിയില്ല, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ഒരു മസാല ദോശ കഴിക്കുന്നത് ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. അതാണ് എല്ലാവർക്കും ഇഷ്ടം. എൻ്റെ അമ്മ എന്തെങ്കിലും നോക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും മസാല ദോശ ഓർഡർ ചെയ്തപ്പം അമ്മ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ചെറുമലയിൽ ഇതിലും തണുപ്പ. നിന്ന് കഴിഞ്ഞാൽ കൈയൊക്കെ മരവിക്കും. തണുക്കണ്ട. എന്താ അമ്മ വിറക്കണ? എന്നാലും ചെറിയ തണുപ്പ് എന്നൊക്കെ. അവിടെ കോടമഞ്ഞല്ല, മഞ്ഞ. അയ്യോ പശു. പക്ഷേ അതുങ്ങള് വൈറ്റാണ് ഇരിക്കണ. നോക്കിയപ്പോ ഫുൾ പോഹ. ഞാൻ എടുത്തുതരാം. അമ്മ എന്നോട് ചോദിക്കായിരുന്നു, ജർമ്മനിയിലും ഇതുപോലത്തെ തണുപ്പാണോ, ഇത്രയും കാറ്റും ഒക്കെ തണുപ്പൊക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണോ എന്ന്. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെ എനിക്ക് പറഞ്ഞു തരാം എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ജർമ്മനിയിൽ എന്ന് പറയുമ്പം അത് യൂറോപ്യൻ വിൻ്റർ ആണല്ലോ. അത് ഭയങ്കര മഞ്ഞ് വീഴണ ഒരു ടൈമും ഭയങ്കര -ഡിഗ്രിയിലേക്ക് പോയിട്ട് വേറൊരു നമുക്ക് മസിൽ ക്രാമ്പൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് ഒരു തണുപ്പാണ്. പക്ഷെ നമ്മൾ മൂന്നാർ, ഊട്ടി ഒക്കെ പോകുമ്പം അതൊരു പ്രത്യേക രസമാണ്. ആ ഒരു വെതറിൽ പൊതച്ചു മൂടി കിടക്കാനൊക്കെ നല്ല രസം ഉണ്ടാവും. ഇവിടുത്തെ വിൻ്ററിൽ അത്രയ്ക്ക് രസമൊന്നും ഉണ്ടാവില്ല. പശുകുത്തും ഇപ്പൊ വീണ്ടും പോടാന്ന് ഒന്ന് മാറിയത്. എന്താ വച്ചി പറ്റേ? ചാണി നന്നായിട്ട് കഴുകി. ഇവിടെ വാ. ഇതെന്താണ് ചേട്ടൻ്റെ സേവ് ദ ഡേറ്റാ?
എനിക്ക് തോന്നണേ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും നല്ല രീതിക്ക് കാറ്റടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. കാറ്റിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പല്ല, സഹിക്കാൻ പറ്റാവുന്ന തണുപ്പുള്ളൂ. അവിടെ വേറെ പ്രശ്നമുണ്ടോ? അപ്പുറത്ത് വണ്ടി പോവോ? വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇരിക്കാൻ പറ്റില്ലെന്ന് വേണ്ടിട്ട് പെണ്ണിന്റെ ശബ്ദല്ലേ കേട്ടില്ലേ? വണ്ടി പുറകില് വണ്ടി തോന്നുന്നു. ഇതാണല്ലോ ആ വേര്, മരല്ല, ആ വേര് ഇങ്ങോട്ട് പോന്നാണെന്ന് തോന്നുന്നു. മണ്ണും പോന്നിട്ടുണ്ട് അതിന്റെ കൂടെ. വണ്ടർഫുൾ പറഞ്ഞു. അതെന്തിനായിരുന്നു? ഞങ്ങക്ക് തിരിച്ചു പോയാ മതി. തിരിക്കാൻ വന്നാ അവിടെ ഇട്ട് തിരിക്കട്ടെ, ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റില്ല. അവര് പൈസ കിട്ടാണ്ട് ഈ മരമൊക്കെ മാറ്റി തരില്ലേ, അതുകൊണ്ടായിരിക്കും. അവിടെ ഇട്ട് തിരിച്ചോ നീ? അവരങ്ങനെയൊക്കെ പറയും. എവിടെ തിരിക്കാനോ? അവര് 100 രൂപ വെറുതെ ചോദിക്കണ. അവിടെ കുറച്ചുകൂടി പോണ്ടേ? എന്നാ വീട്ടിൽ തിരിച്ച് നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. റിസോർട്ടിലേക്ക് വാങ്ങി കാണാനായിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ ചില അവസ്ഥകളും ഇങ്ങനെയുള്ള ടൂറിസ്റ്റിക് പ്ലേസുകളിൽ വരാറുണ്ട്. കാരണം ഇത്രയും മഴയൊക്കെ പെയ്യുമ്പം ഇതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഓൾറെഡി കുറേ മണ്ണിടിച്ചിലും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇങ്ങനെ റോഡിന് കുറുകെ മരം വീണ് കിടക്കുന്നതും. അപ്പം നമുക്കറിയില്ല ശരിക്കും അവർ തന്നെയാണോ ആ മരമൊക്കെ എടുത്ത് മാറ്റാൻ പോകുന്നത് എന്ന്. ഇനി അതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്നതാണോ എന്നും അറിയില്ല. എനിവേ നമുക്ക് ആ വഴി പോകണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ റിസോർട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. മൂന്നാർ UP സ്കൂൾ. മലയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ആൾക്കാരെ കൂടെ ഇതേ മുകളിൽ വെച്ച് അവിടെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിരുന്ന് മതിയായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ചോളം ഒക്കെ, ഇങ്ങനെ ചോളം മാത്രമല്ല ചായ ഉണ്ട്, മാഗി ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ വഴിയരികിൽ വിൽക്കുന്നുണ്ട് കുറച്ച് ചേച്ചിമാർ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് ഇറങ്ങിയേക്കാണ്. എന്നാ മുന്നെടുത്തൂടെ? യൂട്യൂബിലൊന്നും ഓ വേണ്ട, വെള്ളമില്ല. അപ്പുറത്തെല്ലാം വെള്ളമില്ല.
0.8. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ രണ്ടാമത്തെ ഒരു വലിയ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടത് ഇതാണ്. എനിക്കറിയില്ല, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണെങ്കിലും ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും മഴ പെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൽ നിന്ന് വെള്ളം നന്നായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു മഴയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും ഒക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു. നമ്മളിനി അധികം ചുറ്റിക്കറങ്ങാണ്ട് നമ്മളുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാട്ടോ ഈ മല. കണ്ടില്ലേ ദൂരം വെള്ളച്ചാട്ടങ്ങൾ ആ മലയിൽ, ഒരൊറ്റ മലയിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ചെക്ക് ഇൻ 2 മണിക്കായിരുന്നു. നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മളെ ചന്ദനമൊക്കെ തൊട്ട് അവർ ഇൻവൈറ്റ് ചെയ്തു ആ റിസോർട്ടിലേക്ക്. മാത്രമല്ല നമുക്കൊരു ഫോമൊക്കെ തന്നായിരുന്നു ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് ചായയൊക്കെ കൊണ്ടു തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ചായ. പിന്നെ പ്രത്യേകിച്ച് പുറത്തെ മഴയും തണുപ്പും ഒക്കെ കൂടെ ആയതുകൊണ്ട് ആ ചായ കുടിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ വന്ന ദിവസം നല്ല കിടിലൻ മഴയായിരുന്നു, നല്ല കാറ്റായിരുന്നു. നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടല്ലോ, വന്ന വഴിയൊക്കെ മഴ തന്നെയായിരുന്നു. വന്നിട്ടും നല്ല മഴ തന്നെയാണ്. അതെ, ബ്രേക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും കൊടയണം. ചായ ചായ വെൽക്കം ടു അവർ റൂം ടൂർ അറ്റ് രാഗമയ റിസോർട്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ കുറേ ഷെൽഫ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പുറത്തുള്ളത്. പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഷവർ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്താ ഒരു എന്തോ മറ്റേ കാടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കോഫി, കുറച്ച് കോംപ്ലിമെൻ്ററി സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റ് സംഭവങ്ങളൊന്നും കോംപ്ലിമെൻ്ററി അല്ല. അതുപോലെ ഇവിടെ ഒരു കൂൾ ബാർ ഉണ്ട്. ഇവിടെ വലിയൊരു മിററുണ്ട്. അയ്യോ വാ കാണിക്ക്. പിന്നെ ഇവിടെ ഒരു TV, നമ്മളുടെ ബെഡ്. ആ പടം നല്ല രസമുണ്ട്. വേടനും വെടുത്തിയൊന്നും. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വർക്ക് സ്റ്റേഷൻ പോലെ ഒരു ടേബിൾ. ആൻഡ് ഇത്രയൊക്കെയുള്ള സംഭവം. പക്ഷെ ഇവിടുത്തെ വ്യൂ ആണ് അടിപൊളി. പക്ഷെ നിർഭാഗ്യവശാൽ നല്ല മഴയും കൊടുങ്കാറ്റും കാരണം നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നില്ല. ഫുൾ കോടയല്ല, കോട പ്ലസ് മഴ, അങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതിന് ഇവിടെയൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട്. പുറത്ത് ഒരു ബാൽക്കണി സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത് 2 ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരു രക്ഷയില്ല പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അവിടെ മൊത്തം ഫുൾ വെള്ളമാണ്. വെള്ളം കാണിക്കൂട്ടി
ഇവിടെ ഡേഞ്ചറസ് ആണ്, അടച്ചിടാം. പിന്നെ ബാക്കി പുറത്തുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ എടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഒരു രക്ഷയില്ല, ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്. നമ്മൾ കുറച്ച് സാഹസികമായാണ് നമ്മൾ ഇവിടെ വരെ എത്തിപ്പെട്ടത്. സോ ഈ ഒരു ടൈമിൽ ഇങ്ങോട്ടേക്കുള്ള ട്രാവലിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. പക്ഷേ ഈ റിസോർട്ട് അടിപൊളി കേട്ടോ. നമുക്ക് പയ്യെ പയ്യെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം. കാറ്റിൻ്റെ ഒച്ചയാണ് കേൾക്കണേ. എന്താ അവരുടെ നിങ്ങളുടെ വ്യൂ കാണണമെങ്കിൽ ഇല്ല ഉണ്ട്. ഇവിടെ ആണെങ്കിൽ കുറെ നനഞ്ഞു കിടക്കാം. അവരിപ്പൊ തുടച്ചോളൂ തോന്നുന്നു. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, നല്ല കാറ്റായിരുന്നു. ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാറ്റ് നമ്മളെ അകത്തേക്ക് അടിച്ചിടുന്ന പോലത്തെ കാറ്റായിരുന്നു. മാത്രമല്ല ഈ റിസോർട്ട് കുറച്ച് ഹൈറ്റിലിരിക്കുന്നുണ്ട്, ഏകദേശം ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ആയതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു കാറ്റിന് നല്ല ശക്തി ഉണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ താഴത്തേക്ക് നോക്കുമ്പം. പിന്നെ ഞാൻ ഇപ്പം എല്ലാവരും അകത്തേക്കൊക്കെ കയറി, റൂമിലേക്കൊക്കെ കയറി. ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്, ചുറ്റുപാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തോ കുറച്ച് സാഹസികമായിട്ട് നടക്കാൻ എനിക്കിഷ്ടമാണ്. നല്ല രസമില്ലേ ഈ വെള്ളവും ഒക്കെ കൂടെ വീഴുന്നതിൻ്റെ ഒരു ഒച്ച കേൾക്കാനായിട്ട്. എന്താ വെച്ച് കഴിച്ചേ കാണാൻ പറ്റും. മിൽക്ക് പൗഡർ കാണാൻ പറ്റുന്നുണ്ട്. മന്ദം മന്ദം കയറി വരും. ഇങ്ങനത്തെ വടി പോലെ അവിടെ എത്തുന്നത് ഇങ്ങനെ വരുന്നല്ലേ. നമ്മൾ നാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. നാടല്ല, റിസോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം അവിടുത്തെ ഒരു ഗെയിം ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അവിടെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. ഈ 8 പൂൾ, എനിക്ക് 8 പൂൾ എന്ന് തന്നെയാണെങ്കിലും പറയുന്നത്, 8 പൂൾ എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടല്ലോ മൊബൈലിൽ, എനിക്കത് കളിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എനിവേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അവിടെ ഫുട്ബോൾ ഉണ്ടായിരുന്നു, അങ്ങനെ ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു, ക്യാരംസ് ഉണ്ടായിരുന്നു, ചെസ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം പരീക്ഷിച്ചു. അതൊക്കെ ഇനി പയ്യെ പയ്യെ കാണിച്ചു തരാം. പിന്നെ കുറച്ച് നേരം ക്യാരംസ് പരീക്ഷിക്കാനിരുന്നു. ടച്ച് വിട്ട് പോയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒന്നും അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ടച്ച് വിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര ക്യാരംസ് പ്ലെയർ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അതല്ല, കളിക്കാൻ അറിയാൻ പറ്റാത്തതാണ് കാരണം. ഇനി ഇതേ പരീക്ഷിക്കണമല്ലോ, നമ്മളെല്ലാം എന്തായാലും വീഴ്ത്തിയിട്ടേ ഇറങ്ങുള്ളൂ എന്നുള്ള വാശിക്കിരുന്നു. വെറുതെ വിളിച്ചുകൊണ്ടിരുന്നു. One eternity later. ഇവിടെ പിടിക്കപ്പെടുക ഈ ഒരു ഫുൾ പവർ പിടിച്ചോ ഇങ്ങനെ. ഇതിപ്പോ ഇങ്ങനെ പിടിച്ചു ഫുൾ പവർ ഇട്ട് ഇങ്ങനെ 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 ഒറ്റ തള്ളണ്ടേ, ഒറ്റ തള്ളണം. അതിന് പവർ ഉണ്ടായി തള്ളു തള്ളു. ഈ പൊസിഷനിൽ നോക്കാം. ഈ ഇത് ഇവിടെ എവിടെ മുട്ടണമെന്ന് നോക്കണം. തള്ളു. കൊടുങ്കാറ്റ് എന്താ കാച്ചി പറന്നു പറന്നു പിടിക്കും. നല്ല രസമുണ്ട്.
മിക്കവാറും ഇത് കഴിയുന്നതോടുകൂടി എല്ലാവർക്കും പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് തണുപ്പില്ലാന്നാണോ? ഹീറ്റഡ് പൂളാന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഡ്രസ് മാറുന്നില്ലേ? അങ്ങനെ ഒരു ചെറിയ കൊടുങ്കാറ്റിന് ശേഷം നമ്മൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ചായയോടൊപ്പം ചെറിയൊരു കടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അവർ അപ്പം ഉണ്ടാക്കി തരാണ് ചെയ്തത്. പരിപ്പോടെയായിരുന്നു. അവിടെയാണ് കുറച്ചും കൂടെ വ്യൂ. അങ്ങനെ നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ക്ലൈമറ്റിന് ഒരു ശമനം വന്നിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര മഴയും ഭയങ്കര കൊടുങ്കാറ്റും ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, അതായത് ഞാനും ചേട്ടനും അനിയത്തിയും കൂടെ ഓൾറെഡി ഇതൊക്കെ ഒന്ന് ചുറ്റി കണ്ടതാണ്. പക്ഷെ അമ്മയും അച്ഛനും എൻ്റെ അമ്മയൊന്നും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല വ്യൂ പോയിൻ്റാണ് സത്യം പറഞ്ഞ ഇവിടെ നിന്ന്. പക്ഷെ കോട കാരണം നമുക്കങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പൂളിലെത്തി. പൂളിൽ ചാടാൻ പോകുന്ന 2 പേർ. പൂളിൽ ഇറങ്ങുന്നില്ലേ? ഇൻഫിനിറ്റ്ലി പൂളിലേക്ക് പോകും. ആ വിളക്ക് കഴുകണോ? ആരെ മുദ്രയിച്ചാന്ന് ആരെ അറിയൂ? അങ്ങനെ ഒരു മഴയ്ക്കും കൊടുങ്കാറ്റിനും നമ്മളെ തളർത്താൻ പറ്റില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും മാത്രം പൂളിലിറങ്ങി. സത്യം പറഞ്ഞാൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ 2 പേരും കൂടെ ഇതുവരെ പൂളിൽ ഇങ്ങനെ ഉല്ലസിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രം നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കാറ്റുള്ളത് കൊണ്ട് തിരമാലയൊക്കെ നാച്ചുറലായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മളുടെ ഫാമിലിയുടെ ഒക്കെ ഒപ്പമുള്ള ഒരു കുഞ്ഞ് സ്റ്റേക്കേഷനായിരുന്നു, ഒരു 2 ദിവസത്തെ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നല്ലൊരു പ്ലേസ് നോക്കുന്നുണ്ട്, റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ക്ലൈമറ്റ് നോക്കിയിട്ട് വരിക, സേഫായിട്ടിരിക്കുക. അപ്പം അടുത്ത വ്ളോഗായിട്ട് ഉടനെ വരാം, അടുത്ത ഡേയിലേക്ക്. അപ്പം അതുവരേക്കും cheers.